പ്ലാസി യുദ്ധം ഇന്ത്യയുടെ ചരിത്രം മാറ്റിമറിച്ച പോരാട്ടം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായമാണ് 1757 ജൂൺ 23 നടന്ന പ്ലാസി യുദ്ധം. ബംഗാളിലെ ഭഗീരഥി നദീതീരത്തുള്ള പ്ലാസി എന്ന ഗ്രാമത്തിൽ വെച്ചാണ് ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നേർക്കുനേർ വന്നത്. ബ്രിട്ടീഷുകാർ തങ്ങളുടെ വ്യാപാര അനുമതികൾ ദുരുപയോഗം ചെയ്യുന്നതും നവാബിൻ്റെ അനുവാദമില്ലാതെ കൊൽക്കത്തയിൽ കോട്ടകൾ നിർമ്മിക്കുന്നതും സിറാജ് ഉദ് ദൗളയെ പ്രകോപിപ്പിച്ചു. ഇത് വലിയൊരു സൈനിക നീക്കത്തിലേക്ക് നയിച്ചു. എന്നാൽ ഈ യുദ്ധം വെറുമൊരു സൈനിക പോരാട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് വലിയൊരു ചതിയുടെ കഥ കൂടിയായിരുന്നു. നവാബിൻ്റെ സേനാധിപതിയായിരുന്ന മിർ ജാഫറിനെ ബംഗാളിൻ്റെ അടുത്ത നവാബാക്കാമെന്ന വാഗ്ദാനം നൽകി ബ്രിട്ടീഷുകാർ രഹസ്യമായി തങ്ങളുടെ പക്ഷത്തെത്തിച്ചു. യുദ്ധം മുറുകിയപ്പോൾ മിർ ജാഫറിൻ്റെ നേതൃത്വത്തിലുള്ള പകുതിയിലധികം സൈന്യം പോരാടാതെ മാറി നിന്നത് നവാബിൻ്റെ പതനം ഉറപ്പാക്കി. യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തുകയും കൊല്ലപ്പെടുകയും ചെയ്തതോടെ ബംഗാളിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം പരോക്ഷമായി ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തി. വെറുമൊരു കച്ചവട സംഘമായി വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരികളായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. പ്ലാസി യുദ്ധത്തിൽ തുടങ്ങിയ ആ ആധിപത്യം ഏകദേശം 200 വർഷത്തോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിനാണ് ഇന്ത്യയിൽ തുടക്കമിട്ടത്. പിന്നീട് എന്തായിരിക്കും ഇന്ത്യയിൽ നടന്നിട്ടുണ്ടാവുക? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.